നേരത്തെ നമ്മൾ പറഞ്ഞതാണ് മാനേജ്മെന്റ് ആസ് എ സയൻസ് ആർട്ട്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് മാനേജ്മെന്റ് ഒരു സയൻസ് ആണ്, അതുപോലെ തന്നെ ഒരു ആർട്ട് ആണ്. അതായത് ആർട്ടിന്റെയും സയൻസിന്റെയും ഫീച്ചേഴ്സ് മാനേജ്മെന്റ് ഫുൾഫിൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം, മാനേജ്മെന്റ് ഒരു ആർട്ട് ആണെന്നും പറയാം, മാനേജ്മെന്റ് ഒരു സയൻസ് ആണെന്നും പറയാം. ആർട്ട് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന കാര്യങ്ങളാണ് പേഴ്സണൽ നോളേജ്, പേഴ്സണൽ സ്കിൽ, കോൺക്രീറ്റ് റിസൾട്ട്, കൺസ്ട്രക്റ്റീവ് സ്കിൽ, ഇംപ്രൂവ്മെന്റ് ത്രൂ പ്രാക്ടീസസ് ഒക്കെ. ഇതെല്ലാം തന്നെ മാനേജ്മെന്റ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, മാനേജ്മെന്റ് ഒരു ആർട്ട് ആണെന്ന് പറയാം. അതുപോലെ മാനേജ്മെന്റ് ഒരു സയൻസ് ആണെന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഒരു സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളേജ് ആണ് സയൻസ്. അതില് പ്രിൻസിപ്പിൾസ് ഒക്കെ ഇവോൾവ് ചെയ്തിട്ടുള്ളത്, ഇത് ഓൾറെഡി പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ കുറച്ച് സ്പീഡ് പറയുന്നത്. ഈ ഒരു പ്രിൻസിപ്പിൾസ് എല്ലാം ഇവോൾവ് ചെയ്തത് ഒത്തിരി എക്സ്പെരിമെന്റ്സിലൂടെ, ഒബ്സർവേഷൻസിലൂടെയാണ്. ആൻഡ് ഈ പ്രിൻസിപ്പിൾ എല്ലാം എക്സാക്ട് ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം മാനേജ്മെന്റ് ഫുൾഫിൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം, മാനേജ്മെന്റ് ഒരു സയൻസ് ആണെന്നും പറയും. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് മാനേജ്മെന്റ് പ്രോസസ് ഓർ സ്കോപ്പ് ഓഫ് മാനേജ്മെന്റ്. ഇമ്പോർട്ടന്റ് ആണ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാനേജ്മെന്റ് ഒരു പ്രോസസ് ആണെന്ന് പറയുന്നുണ്ട്, അതിന്റെ സ്കോപ്പ് എന്താണെന്ന് നോക്കാം. മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രോസസ് ആണ്. കാരണം അതിൽ എന്തൊക്കെ വരുന്നുണ്ട്, മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുമ്പോൾ അതിൽ പ്ലാനിങ് വരുന്നുണ്ട്, ഓർഗനൈസിംഗ് ഉണ്ട്, സ്റ്റാഫിംഗ് ഉണ്ട്, ഡയറക്റ്റിംഗ് ഉണ്ട്, കൺട്രോളിംഗ് ഉണ്ട്. ഈ 5 കാര്യങ്ങൾ ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യമാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ പ്ലാനിങ് എന്ന് പറയുമ്പോൾ അതാണ് ഒന്നാമത്തെ പ്രൈമസി എന്നാണ് വിളിക്കുക, പ്രൈമസി ഓഫ് പ്ലാനിങ്. അതായത് പ്ലാനിങ് ഇസ് ദ, നമ്മൾ പറയില്ലേ, ഫസ്റ്റത്തെ അല്ലെങ്കിൽ എന്താ പറയാ ഒന്നാമത്തെ ഏറ്റവും ആരംഭത്തിലുള്ളതാണ് എന്ത്, പ്ലാനിങ് എന്ന് പറയുന്നത്. സോ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് പ്ലാനിങ്. ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് മാനേജ്മെന്റിന്റെ എന്ത്, പ്ലാനിങ് എന്ന് പറയുന്നത്. So, the first management function in scope of management functions that manager must perform planning within the function plan is created to accomplish the mission and vision of the business entity. നമ്മുടെ ബിസിനസിന്റെ മിഷനെയും വിഷനെയും ആസ്പദമാക്കിയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്ലാനിങ് ചെയ്യേണ്ടത്. Under the mission is considered the reason for the establishment. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സ്ഥാപനം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇതിലൂടെ നേടിയെടുക്കാനുള്ളത്. സോ അക്കോർഡിംഗ് ടു പ്ലാൻ ഓഫ് ഓർഗനൈസേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ നീറ്റ് ആയിട്ട് നമുക്ക് പറയാം, പ്ലാനിങ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ ആൻഡ് വേർ വി വാണ്ട് ടു ഗോ. നമ്മൾ ഇപ്പൊ എവിടെ നിൽക്കുന്നു, നമുക്ക് എവിടെ എത്തിച്ചേരണം, ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ആണ് എന്ത്, പ്ലാനിങ് എന്ന് പറയുന്നത്. ആൻഡ് പ്ലാനിങ് മീൻസ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുന്നേ അതിനെ കുറിച്ച് തിങ്ക് ചെയ്യുകയാണ് ഇവിടെ പ്ലാനിങ്ങിൽ ചെയ്യുന്നത്. ഓക്കെ, സോ പ്ലാനിങ്ങിൽ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ക്ലിയർ? ഓക്കെ, അത് പ്ലാനിങ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്താണ് പ്ലാനിങ് എന്നുള്ളത്. ഓക്കെ, റെഡി? പിന്നെ ഈ പ്ലാനുകളെല്ലാം ഓർഗനൈസ് ചെയ്യാന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, റൈറ്റ്? സോ ദ മെത്തേഡ് ഓഫ് ലീഡിങ് പീപ്പിൾ ഈസ് ഡിഫൈൻഡ് ആസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഓർഗനൈസേഷനിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. സോ പ്ലാനിങ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, വി ആർ തിങ്കിങ് ബിഫോർ ഡൂയിങ്. ഒരു നമ്മളെ സ്ഥാപനം തുടങ്ങുമ്പോൾ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ട് ചെയ്യാൻ ഉള്ളത്, ഓരോ സമയത്തും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അച്ചീവ് ചെയ്യേണ്ടതെന്നൊക്കെ വളരെ നീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്ലാനിങ്. ദ പ്ലാൻ മസ്റ്റ് define the time component and the plan necessary resources to fulfill the plan. എത്ര സമയം കൊണ്ട് എന്തൊക്കെ റിസോഴ്സുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു കാര്യം നേടിയെടുക്കേണ്ടതെന്ന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, മുൻകൂട്ടി പ്ലാൻ ചെയ്യണം, ആസൂത്രണം ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അത് വളരെ ക്ലിയർ ആയിരിക്കണം, ടൈം ബൗണ്ടഡ് ആയിരിക്കണം. ആ ഒരു കാര്യം നേടിയെടുക്കാൻ നമുക്ക് എത്ര കോസ്റ്റ് വരും, ആ കാര്യം എത്ര ലേബേഴ്സിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത് നേടിയെടുക്കുന്നത്, അങ്ങനെ വേണ്ട ഒരു കാര്യത്തിന്റെ എ ടു സെഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പ്ലാൻ ചെയ്തിരിക്കണം. റെഡി? പിന്നെ നമ്മൾ ഇതിൽ പഠിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഓർഗനൈസിങ്. ഓർഗനൈസിങ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ്. ഇവിടെ നമ്മൾ വളരെ പ്ലാനിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതെല്ലാം ഏതൊക്കെ സമയത്ത് എന്നെന്ന സമയത്ത് എപ്പോഴൊക്കെയാണ് നമ്മൾ അത് ഒരുക്കി വെക്കേണ്ടത് എന്നാണ് ഓർഗനൈസേഷനിൽ നമ്മൾ പറയുന്നത്. അതില് ഇപ്പോ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും നമ്മുടെ സ്ഥാപനത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊക്കെ ഓരോ സമയത്തായിരിക്കും ഉണ്ടാവും ചെയ്യാനുള്ളത്. അപ്പോ ഐഡന്റിഫൈ ദ വർക്ക് ടു ബി ഡൺ.
ആദ്യം. രണ്ട്, ഈ വർക്കുകളെല്ലാം അതിന്റെ സിമിലാരിറ്റീസിന്റെ സാമ്യതകളുടെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ആയി തിരിക്കണം. അതിനെ വിളിക്കുന്ന പേരാണ് ഡിപ്പാർട്ട്മെന്റേഷൻ. എന്നിട്ട് ഈ ഓരോ ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന് അതിൻ്റെതായിട്ടുള്ള ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, അതോറിറ്റി, പവർ ഇതൊക്കെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയും വേണം. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ. മൂന്നാമത് പിന്നെ വരുന്നതാണ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനത്തിൽ മൊത്തം നമ്മുടെ ഈ വർക്കുകളൊക്കെ ചെയ്തു തീർക്കാൻ എന്തോരം വർക്കേഴ്സിന് ആവശ്യമാണ്, ആ മാൻ പവർ നമ്മൾ എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യണം. അതിനുശേഷം റിക്രൂട്ട്മെന്റ് നടത്തണം. ഈ റിക്രൂട്ട്മെന്റ് നടത്തിയ ആളുകളിൽ നിന്ന് സെലക്ട് ചെയ്യണം. ഈ സെലക്ഷൻ ചെയ്തിട്ടുള്ള ആളുകൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള അവർക്ക് ഓറിയന്റേഷൻ കൊടുക്കണം, അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, അവരുടെ പെർഫോമൻസുകൾ അപ്രൈസൽ നടത്തണം, അവരെ നല്ല രീതിയിൽ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കണം, പിന്നെ ഇത് ഫോളോ അപ്പ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ വരുന്നതാണ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗിൽ റിക്രൂട്ട്മെന്റും സെലക്ഷനും ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയും. ഇത് ഞാനൊരു ഓവർവ്യൂ തരികയാണ് കേട്ടോ. അടുത്തത് ഡയറക്റ്റ്. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ലീഡിങ് ഫംഗ്ഷൻ ആണ്. നമ്മുടെ സ്ഥാപനത്തിലെ എംപ്ലോയീസിനെ നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യുക, ഗൈഡ് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, ലീഡ് കൊടുക്കുക, അവരുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക. ഇതിനെയൊക്കെയാണ് എന്ത് വിളിക്കുക? ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, പ്രോപ്പർ ആയ ദിശാബോധം അവർക്ക് നൽകുക എന്നതാണ് ഡയറക്റ്റിങ്ങിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പിന്നെ അവസാനത്തതാണ് കൺട്രോൾ. 5 ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. ഇത് ഓർഡർ തെറ്റിപ്പോയതാണ്. നിങ്ങൾ കാണുമ്പോൾ 4 തെറ്റി, പക്ഷെ ഇത് 5ാമത്തെയാണ് കൺട്രോൾ. കൺട്രോളിംഗ് ഈസ് എ പ്രോസസ് ഓഫ് എൻഷുറിംഗ് ദാറ്റ് എന്താണ് ദ ഗൈഡ് ലൈൻസ് ആക്ടിവിറ്റി ടുവേർഡ്സ് സം പ്രീ ഡിറ്റർമൈൻഡ് ഗോൾസ്. നമ്മൾ ഓൾറെഡി പ്ലാനിങ്ങിൽ ഒത്തിരി കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു പ്രോസസ് ആണ് എന്ത്? കൺട്രോളിംഗ് എന്ന് പറയുന്നത്. കൺട്രോളിംഗിന്റെ സ്റ്റെപ്സ് വളരെ ഇമ്പോർട്ടന്റ്. ആദ്യം നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും, അതിനുശേഷം ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യും, പിന്നെ നമ്മൾ ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡും നമ്മൾ കമ്പയർ ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിന് ഇനി എങ്ങനെ വ്യത്യാസം ഉണ്ടാവാതിരിക്കാനുള്ള കറക്റ്റീവ് ആക്ഷൻസ് നമ്മൾ എടുക്കും. ആ കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? കൺട്രോളിംഗിൽ വരുന്നത്. അപ്പൊ എന്തൊക്കെയാണ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ്? ഏതൊക്കെയാണ്? That is planning, organizing, staffing, directing and controlling. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ബ്രീഫ് ആയിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അത് പഠിക്കാനുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയൊരു ബ്രീഫ് ആയിട്ട് മാത്രം നോക്കിയാൽ മതി. ഓക്കെ. അങ്ങനെ ഈ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് ചോദിക്കുള്ളൂ, പക്ഷെ ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റ് ചാപ്റ്റേഴ്സിൽ അത് പഠിക്കാനുണ്ട്. ക്ലിയർ അല്ലേ? പിന്നെ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. കാണുമ്പോൾ നമുക്ക് ഒരുപോലെ തോന്നില്ല, മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും രണ്ടും ഒന്നാണല്ലോ. പക്ഷെ അല്ല, രണ്ടും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസങ്ങളാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ. ബേസിസ് ഫോർ കമ്പാരിസൺ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ രണ്ടും തമ്മിൽ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. Meaning and organized way of meaning of people, things of a business organization is called management. Management എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു organized way of managing people. ആളുകളെ നമ്മൾ ഒരു organized വേയിൽ മാനേജ് ചെയ്യുക എന്നതാണ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർഗനൈസേഷനെയും ബിസിനസിനെയൊക്കെ നമ്മൾ ഒരു ഓർഗനൈസ്ഡ് വേയിൽ ഓൾറെഡി പ്രീ ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക? മാനേജ് ചെയ്ത് കൊണ്ടുപോകാം. എന്നാൽ the process of administrating is an organization by a group of people is known as administration. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കൊണ്ട് നമ്മുടെ സ്ഥാപനത്തിന് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകുക എന്നതാണ് അഡ്മിനിസ്ട്രേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ അതിന്റെ മീനിങ്ങും അതിന്റെ അതോറിറ്റി റോളും അതുപോലെ ഏരിയ ഓഫ് ഓപ്പറേഷനും അതിന്റെ അപ്ലിക്കബിൾ ടു അതുപോലെ ഡിസൈഡ്സും വർക്കും ഫോക്കസും കീ പേഴ്സണും എല്ലാം നമുക്ക് ഇതിൽ നോക്കാനുള്ളതാണ്. ഓക്കെ. സിമ്പിൾ ആണ്, വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ മീനിങ് നോക്കുകയാണെങ്കിൽ an organized way of managing people and things of business organization വിളിക്കുന്ന പേരാണ് എന്ത്? മാനേജ്മെന്റ് എന്ന് പറയുന്നത്. It's an organized way of managing people and things of a business organization. ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ആളുകളെയും അതിലുള്ള സ്റ്റാഫുകളെയും അതിലെ തിങ്സിനെയും ഒരു ഓർഗനൈസ്ഡ് വേയിൽ നമ്മൾ മാനേജ് ചെയ്യുക എന്നതാണ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അഡ്മിനിസ്ട്രേഷൻ എന്താ പറയുന്നത്? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റിംഗ്. അതായത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ് ആണ്. എങ്ങനെ? an organization process of administrating an organization by a group of people. ഒരു കൂട്ടം ആളുകൾ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്താണ് നമ്മുടെ സ്ഥാപനത്തിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക, അതിന്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ, അതിന്റെ നിയമനിർമ്മാണവും അതിന്റെ എല്ലാ കാര്യനിർവഹണവും എല്ലാം ചെയ്യുക. അതാണ് എന്ത്? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്.
പിന്നെ ഇതിന്റെ അതോറിറ്റി റോൾ എന്ന് പറയുന്നത് മാനേജ്മെന്റ് കൂടുതൽ അതോറിറ്റി റോൾ വരുന്നത് മിഡിൽ ലെവലിലും ലോവർ ലെവലിലും ആണ് അതിന്റെ ഒരു അതോറിറ്റി വരുന്നത്. എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് എപ്പോഴും ടോപ്പ് ലെവലിലായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏതിനാണ് കുറച്ചുകൂടെ പ്രാധാന്യം കൂടുതൽ, അത് അഡ്മിനിസ്ട്രേഷൻ ആണ്. പിന്നെ റോള് പറയുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് കൺസേൺഡ് വിത്ത് പോളിസി ഇംപ്ലിമെന്റേഷൻ ആണ് മാനേജ്മെന്റിൽ വരുന്നത്. അതായത് ടോപ്പ് ലെവൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക എന്നതാണ് ആര് ചെയ്യേണ്ടത്, മാനേജ്മെന്റ് ചെയ്യേണ്ടത്. എന്നാൽ നമ്മുടെ അഡ്മിനിസ്ട്രേഷന്റെ റോൾ എന്ന് പറഞ്ഞാല് ഡിസിസീവ് ആണ്, അവരാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഈ തീരുമാനങ്ങളാണ് മാനേജ്മെന്റിന് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. അപ്പൊ ഇവരാണ് എന്ത് പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത് ആരാണ്, ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അത് ചെയ്യുക, അത് എക്സിക്യൂട്ട് ചെയ്യലാണ് മാനേജ്മെന്റിന്റെ റോൾ എന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ ഒരു ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ മാനേജ്മെന്റിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ വരുന്നത് അഡ്മിനിസ്ട്രേഷന്റെ താഴെയാണ്. ഓക്കെ, അഡ്മിനിസ്ട്രേഷന്റെ താഴെ വർക്ക്സ് അണ്ടർ അഡ്മിനിസ്ട്രേഷൻ. എന്നാൽ അഡ്മിനിസ്ട്രേഷനിൽ അതിന് ഫുൾ കൺട്രോൾ ഓവർ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. സ്ഥാപനത്തിന് മൊത്തം കാര്യങ്ങളുടെ കൺട്രോൾ ഇരിക്കുന്നത് ടോപ്പ് ലെവലിലാണ്, അതായത് അഡ്മിനിസ്ട്രേഷനിലാണ്. പിന്നെ മാനേജ്മെന്റ് നമുക്ക് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും, പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത്, ബിസിനസ് സ്ഥാപനങ്ങളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്ത്, മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എന്നാൽ അഡ്മിനിസ്ട്രേഷൻ എവിടെയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഗവൺമെന്റ് ഓഫീസുകളിൽ, മിലിറ്ററി, ക്ലബ്സ്, ബിസിനസ് എന്റർപ്രൈസ്, ഹോസ്പിറ്റൽസ്, റിലീജിയസ് ആൻഡ് എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻ, ഇവിടെയൊക്കെ എന്ത് വേണം, അഡ്മിനിസ്ട്രേഷൻ കൂടിയേ തീരുള്ളൂ. ഓക്കെ, അപ്പൊ അഡ്മിനിസ്ട്രേഷൻ അത്രയും സ്കോപ്പ് ഉണ്ട്. പിന്നെ ഇവരെന്തൊക്കെയാ മാനേജ്മെന്റ് എന്തൊക്കെയാ തീരുമാനങ്ങൾ എടുക്കാന്ന് വെച്ചാൽ ഹൂ വിൽ ഡു ദ വർക്ക്, ആരാണ് ഈ വർക്ക് ചെയ്യുക, ആൻഡ് ഹൗ വിൽ ഇറ്റ്, അതായത് എങ്ങനെയാണ് ചെയ്യുക, ആരാണ് ചെയ്യുക, അങ്ങനത്തെ തീരുമാനങ്ങളൊക്കെയാണ് മാനേജ്മെന്റ് എടുക്കുക. എന്നാൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എങ്ങനത്തെ തീരുമാനം എടുക്കുക, വാട്ട് ഷുഡ് ബി ഡൺ, എന്താണ് ചെയ്യേണ്ടത്, ആൻഡ് എപ്പോഴാണ് ചെയ്യേണ്ടത്, വാട്ട് ഈസ് ടു ബി ഡൺ ആൻഡ് വെൻ ഇറ്റ് ഈസ് ടു ബി ഡൺ, ആ തീരുമാനമാണ് ആരെടുക്കുക, അഡ്മിനിസ്ട്രേഷനിൽ എടുക്കുക. ആൻഡ് മാനേജ്മെന്റിന്റെ വർക്ക് എന്ന് പറയുന്നത് പുട്ടിംഗ് പ്ലാൻസ് ആൻഡ് പോളിസീസ് ഇൻ ടു ആക്ഷൻ. ടോപ്പ് ലെവലിൽ തന്നിട്ടുള്ള പ്ലാൻസും പോളിസികളും ആക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നതാണ് മാനേജ്മെന്റിന്റെ വർക്ക്. അങ്ങനെ കൊടുക്കാനുള്ള പ്ലാൻസും പോളിസികളും ഫോർമുലേറ്റ് ചെയ്യുക എന്നതാണ് അഡ്മിനിസ്ട്രേഷന്റെ എന്ത് വർക്ക് എന്ന് പറയുന്നത്. പിന്നെ മാനേജ്മെന്റ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് വർക്ക് മാനേജ്മെന്റിലാണ്. എന്നാൽ അഡ്മിനിസ്ട്രേഷൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് മേക്കിംഗ് ബെസ്റ്റ് പോസിബിൾ അലോക്കേഷൻ ഓഫ് ലിമിറ്റഡ് റിസോഴ്സസ്. വളരെ വിരളമായിട്ടുള്ള സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സുകൾ എങ്ങനെ നമുക്ക് ബെസ്റ്റ് ആയിട്ട് പോസിബിൾ ആയിട്ട് യൂസ് ചെയ്യാം, അത് എവിടേക്ക് അലോക്കേറ്റ് ചെയ്യാം. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ് അഡ്മിനിസ്ട്രേഷൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് കീ പേഴ്സൺ റെപ്രസെന്റ്. മാനേജറിൽ ആണെങ്കിൽ മാനേജ്മെന്റിന്റെ കീ പേഴ്സൺ എന്ന മാനേജർ ആണ്. എംപ്ലോയീസ് ഹു വർക്ക് ഫോർ റെമ്യൂണറേഷൻ, എംപ്ലോയീസ് എന്താണ് കീ പേഴ്സൺ എന്ന് പറയുന്ന മാനേജർ ആണ്. അവരെ റെപ്രസെന്റ് ചെയ്യുന്നത് എംപ്ലോയീസ് ആണ്, അവര് റെമ്യൂണറേഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാണ്. എന്നാൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ആണ് അവിടുത്തെ കീ പേഴ്സൺ. അതിൽ ആരൊക്കെ വരും എന്ന് വെച്ചാല് ഓണേഴ്സ് ഹു ഗെറ്റ് എ റിട്ടേൺ ഓൺ ദ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ബൈ ദം. ഇപ്പൊ ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ അവർക്ക് ഡിവിഡൻഡ് കിട്ടും. അപ്പൊ ആ ഒരു റിട്ടേൺ ആണ് അവരുടെ ആ ഒരു ഗെറ്റിംഗ് ബാക്ക് എന്ന് പറയുന്നത്. പിന്നെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെയിൻലി മാനേജേഴ്സ് എക്സിക്യൂട്ടീവ് ആൻഡ് ഗവേണിംഗ് ഫംഗ്ഷൻ ആണ്. അഡ്മിനിസ്ട്രേഷൻസ് കുറെ കൂടി ലെജിസ്ലേറ്റീവ് ആണ്, ഡിറ്റർമിനേറ്റീവ് ആണ്. അപ്പൊ ഇതാണ് മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ്, നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്, MBO. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് കൂൺസ് ആൻഡ് ഓഡേണൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഇറ്റ്സ് എ കോംപ്രഹെൻസീവ് മാനേജറിയൽ സിസ്റ്റം that integrates many key managerial activities in a systematic manner, consciously directed towards the effective and efficient achievement of organizational objective. അതായത് ഇപ്പൊ നമ്മുടെ സ്ഥാപനത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് എല്ലാം നമ്മുടെ ടോപ്പ് മാനേജ്മെന്റ് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഇല്ലല്ലോ. അവർക്ക് അവരുടേതായ ഒത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പൊ അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തതും ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർ എന്ത് ചെയ്യണം, പുറത്തോട്ട് കൊടുക്കണം. ഓക്കെ, സോ MBO എന്ന് പറയുന്നത് ഒരു ഫിലോസഫിയാണ്, മാനേജ്മെന്റ് ഫോളോ ചെയ്യുന്ന ഒരു ഫിലോസഫിയാണ്, അതൊരു തത്വമാണ്, അല്ലാതെ അത് എന്തല്ല, അതൊരു ടെക്നിക്കൽ. പിന്നെ MBO കുറെ കൂടി നമ്മുടെ ഒബ്ജക്റ്റീവ്സിൽ കുറെ കൂടി ഒരു എംഫാസിസ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഒബ്ജക്റ്റീവിന്റെ ഒരു ഇമ്പോർട്ടൻസിൽ അത്രയും നമ്മുടെ സ്ഥാപനം അൾട്ടിമേറ്റ്ലി ലക്ഷ്യം വെക്കുന്ന കാര്യത്തിലേക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് എന്ത്, MBO എന്ന് പറയുന്നത്, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്. മാനേജ്മെന്റ് കൂടുതലും അവരുടെ ഒബ്ജക്റ്റീവിലാണ് എന്ത് കൊടുക്കേണ്ടത്, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്.
Okay, so management gives emphasis on objective, and the MBO is concerned with the participation of concerned managers, objective setting and performance reviews. Objective set ചെയ്യുകയും വേണം, ആ ഒബ്ജക്റ്റീവുകളിലേക്കൊക്കെയുള്ള നമ്മുടെ പെർഫോമൻസിന്റെ റിവ്യൂസ് എടുക്കുകയും വേണം. ഓക്കെ, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പീരിയോഡിക്കലി ഇപ്പൊ കുട്ടികൾക്ക് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം എക്സാം നടത്തുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് പീരിയോഡിക്കലി നമ്മുടെ സ്ഥാപനത്തിന് പെർഫോമൻസിന്റെ റിവ്യൂ എടുക്കണം MBO. Okay, so objectives in MBO provide guidelines for appropriate system and procedures. നമ്മുടെ സ്ഥാപനത്തിന് ഉള്ള വർക്കിന്റെ പ്രൊസീജിയേഴ്സിന്റെയും സിസ്റ്റത്തിന്റെയും ഒരു നല്ലൊരു ഗൈഡ് ലൈൻ പ്രൊവൈഡ് ചെയ്യാൻ MBOക്ക് സാധിക്കും. എങ്ങനെ വേണം ഓരോ കാര്യങ്ങളും ചെയ്യാന്നുള്ളതിന്റെ വളരെ നല്ലൊരു ഗൈഡ് ലൈൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് MBOന് സാധിക്കുന്നുണ്ട്. അത് കൊടുക്കുക എന്നാണ് MBOന്റെ ലക്ഷ്യം. So MBO establishes a community of interest and shared a sense of vision among the managers. Managers തമ്മിലുള്ള അവരുടെ വിഷൻസ് ഒക്കെ ഷെയർ ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻട്രസ്റ്റ്, അവർക്ക് ഏതൊക്കെ ഏരിയാസിലാണ് നല്ല രീതിയിൽ നമ്മുടെ ഒബ്ജക്റ്റീവുകൾ നേടിയെടുക്കാൻ പറ്റുക, അവരുടെ ഒരു ഇൻട്രസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ ഇതിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് MBO സെറ്റ് ചെയ്യാന്ന് നമുക്കൊന്ന് നോക്കാം, ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവുകൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്തിനുള്ളിൽ നേടിയെടുക്കണം എന്നുള്ള ഒരു സെറ്റിംഗ് അപ്പ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഇമ്പോർട്ടന്റ് ആണ്. രണ്ട്, നമുക്ക് കീ റിസൾട്ട്സ്, ഓക്കെ, ഐഡന്റിഫിക്കേഷൻ ഓഫ് കീ റിസൾട്ട്സ് ഏരിയാസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് നമുക്ക് എന്തൊക്കെ കാര്യമാണ് നേടിയെടുക്കേണ്ടത്, നമ്മുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്, നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്, അവരുടെ പെർഫോമൻസ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി എങ്ങനെയാണ്, മാർക്കറ്റിൽ നമ്മുടെ സ്റ്റാൻഡിങ് എങ്ങനെയാണ്, നമ്മുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ, നമ്മുടെ പ്രൊഡക്ടിവിറ്റി എങ്ങനെയാണ്, നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടോ, ഇതൊക്കെയാണ് അതിന്റെ കീ റിസൾട്ട് ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ സെറ്റിംഗ് സബോർഡിനേറ്റ്സ് ഒബ്ജക്റ്റീവ്. നമ്മുടെ സ്ഥാപനത്തിന്റെ മൊത്തം ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഓരോ സബോർഡിനേറ്റിനും പ്രത്യേകം എന്ത് കൊടുക്കണം, ഒബ്ജക്റ്റീവ് കൊടുക്കുക. ഇതെല്ലാം കൂടി അവർ സമയത്ത് ചെയ്യുമ്പോഴാണ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് മുഴുവനായിട്ട് നമുക്ക് കിട്ടുക. ഓക്കെ, പിന്നെ നമ്മുടെ ഒബ്ജക്റ്റീവുകൾ നേടിയെടുക്കാൻ മാച്ച് ആയിട്ടുള്ള റിസോഴ്സുകളായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യാൻ, ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഒബ്ജക്റ്റീവുകൾ നേടിയെടുക്കാൻ എത്ര പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള റിസോഴ്സുകളായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചൂസ് ചെയ്യാൻ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ പെർഫോമൻസ് ഒക്കെ നല്ല രീതിയിൽ അപ്രൈസൽ നടത്തണം, നല്ല രീതിയിൽ വിലയിരുത്തണം. ഓൺഗോയിങ് പ്രോസസ് ഒക്കെ നമ്മളുടെ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണോ മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് അപ്പപ്പം എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്ത് പോവാം. പിന്നെ ഇതിങ്ങനെ എന്ത് ചെയ്യുക, റീസൈക്കിൾ ചെയ്യാം. ഓക്കെ, അതായത് എന്തെങ്കിലും അപ്രൈസൽ നടത്തിയിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ അത് നമ്മൾ എന്ത് ചെയ്യണം, റെക്ടിഫൈ ചെയ്യണം, ആക്ഷൻസ് കൊടുക്കണം. ഒബ്ജക്റ്റീവ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് ചെയ്യണം, സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് ചെയ്യണം, ഇതൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പൊ MBO എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ MBOയുടെ ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ MBO can be seen as follows. അതായത് MBO helps in better managing and organizational resource activities. Since organizational objectives are defined very clearly in MBO, they help in relating to the organization with its environment.